നമസ്കാരം. ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും തമ്മിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം അത് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം BE6 XEV9e ഈ രണ്ട് വാഹനങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം ആ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി മഹീന്ദ്ര കാണിക്കുകയും ചെയ്തു. പ്രോട്ടോടൈപ്പ് മോഡൽ എന്താണോ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ മോഡൽ എന്താണോ അതിനോട് 99% നീതീകരിക്കുന്ന ഡിസൈൻ ലാംഗ്വേജുമായിട്ടാണ് ഈ രണ്ട് വാഹനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. അതിനുശേഷം ടാറ്റയുടെ Harrier.EV വന്നു. പിന്നീട് കണ്ടതെല്ലാം ചരിത്രമാണ്. നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഈ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് ടാറ്റ ശരിക്കും കാണിച്ചു തന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അത് മഹീന്ദ്രയും അങ്ങനെ തന്നെയാണ്. ഇപ്പം ടാറ്റയുടെ സിയറ എന്ന് പറയുന്ന വളരെ വലിയൊരു ബ്രാൻഡാണ് സിയറ എന്ന് പറയുന്നത്. അതൊരു നെയിം പ്ലേറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ബാഡ്ജിംഗ് ഒന്നും വേണ്ട. സിയറ എന്ന ബാഡ്ജിങ് തന്നെ ഇനഫ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടാറ്റയുടെ സിയറ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. Harrier.EVക്ക് ശേഷം ഇനി വരാൻ പോകുന്ന വാഹനം ടാറ്റയുടെ സിയറയാണ്. 2025 ഫെസ്റ്റിവൽ സീസൺ, അതായത് ഒരു നവംബർ മാസത്തോടനുബന്ധിച്ച് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ടാറ്റയുടെ സിയറയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്, എന്ത് പുതുമയാണുള്ളത്, എന്തുകൊണ്ട് ഈ ഒരു വാഹനം വാങ്ങാം, എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വർഷം മുമ്പ് അവതരിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ചീഫ് ഡിസൈനറായ മാർട്ടിൻ ക്ലാരിക് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വാഹനത്തെ പഴയ സിയറ എന്ന് പറയുന്ന നെയിം പ്ലേറ്റ് എടുത്തിട്ട് അതിനോട് യാതൊരുവിധ സാദൃശ്യവുമില്ലാത്ത എന്നാൽ ആ വാഹനം പഴയ വാഹനത്തിലുണ്ടായിരുന്ന കുറച്ച് ഡിസൈൻ ലാംഗ്വേജിൻ്റെ അംശങ്ങളൊക്കെ ഈ ഒരു പുതിയ വാഹനത്തിൽ നമുക്ക് കാണാം. ഓരോ തവണയും ഈ ഒരു വാഹനം അവർ അവതരിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഓരോ എക്സ്പോയിലും അവതരിപ്പിച്ചപ്പോൾ കാലികമായിട്ടുള്ള ചേഞ്ചുകൾ ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും സൈഡിലാണെന്നുണ്ടെങ്കിലും ഈവൻ അലോയ് വീലിൻ്റെ ഡിസൈനിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വാഹനത്തെ അവർ കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷനും നൽകുന്നുണ്ട്. നമുക്കൊരു മൂവിങ് ഓഫീസൊക്കെ ആയിട്ട് ഈ ഒരു വാഹനത്തെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതൊരു റാപ്പ് ഓവർ ഗ്ലാസ് കൈൻഡ് ഓഫ് ഡിസൈനാണ്. എന്നാൽ അത് ശരിക്കും ഈ ഗ്ലാസ് മുകളിലേക്ക് കയറി റൂഫിലൂടെ വന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് എങ്കിൽ പോലും അതിനിടയ്ക്ക് ഒരു ഡിസ്കണ്ടിന്യൂഷൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാനൽ വെച്ചിട്ട്, പ്ലാസ്റ്റിക് എന്ന് പറയാൻ കഴിയില്ല, അത് ഹെവി ആയിട്ടുള്ളൊരു ഫൈബർ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് ഒരു റാപ്പ് ഓവർ ഗ്ലാസ് കൈൻഡ് ഓഫ് ഡിസൈൻ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ അവർ വളരെ കൃത്യമായിട്ട് അത് ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിൻ വരാൻ പോവുകയാണ്. ഒരുപാട് കാലമായിട്ട് ആ ഒരു എഞ്ചിൻ 2 വർഷത്തോളമായി ആ ഒരു എഞ്ചിൻ ടാറ്റ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കൊരു അപ്ഡേഷനും കൂടി ഉണ്ട്. ഫിയറ്റിൻ്റെ എഞ്ചിൻ, അതായത് ഫിയറ്റിൻ്റെ ക്രയോടെക് 170 എന്ന് പറയുന്ന ഇപ്പോൾ ടാറ്റയുടെ ഹാരിയറിലൊക്കെ ഉപയോഗിക്കുന്ന ജീപ്പ് കോമ്പസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ, അതിൻ്റെ ട്യൂണിങ് ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പവർ എൻഹാൻസ്മെൻറ്റിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം ടാറ്റയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ബി പില്ലറൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സിറോസിൻ്റെയൊക്കെ ബി പില്ലറിൽ കാണുന്ന ഡിസൈൻ ലാംഗ്വേജിനോട് ഏകദേശമൊക്കെ സാമ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. നമുക്കൊരു മൂവിങ് ഓഫീസായിട്ട് ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാൻ കഴിയും. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. ലീക്സ് എന്ന് പറയാൻ കഴിയില്ല, കാരണം ഓൾറെഡി ഈ ഒരു വാഹനത്തെ ടാറ്റ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ 2022-23 കാലഘട്ടത്തിലൊക്കെ കണ്ട ടാറ്റ സിയറ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുന്ന ഡിസൈൻ അല്ല ഇപ്പോൾ അവർ അവതരിപ്പിച്ചിട്ടുള്ള വാഹനത്തിൽ. അതായത് ഫ്രണ്ട് ഡിസൈൻ ഒരുപാട് മാറിയിട്ടുണ്ട്. എക്സ്പെഷ്യലി അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. 19 ഇഞ്ചിൻ്റെ ടർബൈൻ കൈൻഡ് ഓഫ് അലോയ് വീൽസ് ഉള്ള അത്തരം ഒരു പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ വീലുകളുടെ കേസ് എന്ന് പറയുന്നത് 19 ഇഞ്ച് 18 ഇഞ്ചിൻ്റെ വീലുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രിപ്പിൾ സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്ന ഒരു ട്രെൻഡ് തന്നെയാണ്, അതിനെ ഇവർ ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും 14.3 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും, അതുമാത്രമല്ല കോ ഡ്രൈവറിനും ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആകും എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് കൺഫേം ചെയ്യാൻ കഴിയില്ല. ഇലക്ട്രിക്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആദ്യം വരുന്നത് ICE വേർഷനിലായിരിക്കും. അതിൽ ഡീസൽ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. പക്ഷേ ഡീസൽ നിലനിർത്താനാണ് സാധ്യത. കാരണം ടാറ്റ റീസെൻ്റ്ലി ഈ പറയുന്ന ഫിയറ്റിൻ്റെ ക്രയോടെക് 170 എന്ന് പറയുന്ന
ഇപ്പോൾ ഹാരിയറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പേറ്റൻ്റ് എന്ന് പറയാൻ കഴിയില്ല, അതിൻ്റെ ലൈസൻസ് മൊത്തം അവർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിനെ അവർ പ്രൊമോട്ട് ചെയ്യും, 100% ഉറപ്പാണ്. പിന്നെ ഒരു മൂവിങ് ഓഫീസ് എന്നുള്ള രീതിക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ അത്രമേൽ കേപ്പബിൾ ആയിട്ടുള്ള ചാർജിങ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്തൊക്കെ രീതിയിലുള്ള ഫെസിലിറ്റി ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷന് 650 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ലഭിക്കും. ഒരു കാര്യം എടുത്തു പറയട്ടെ, Active.ev പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് എന്ന് വിചാരിക്കേണ്ട. Active.ev പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഡിറൈവ്ഡ് വേർഷനായിട്ടുള്ള Active.ev പ്ലസ് പ്ലാറ്റ്ഫോമാണ്. അതായത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ടാറ്റ ഇനി കൊണ്ടുവരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്തുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് Active.ev പ്ലസ് പ്ലാറ്റ്ഫോം. ബാക്കി ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചർ എന്താണ്, അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്താണ്, അതിനകത്ത് വരാൻ പോകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ്, ആ ഒരു ലേ ഔട്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ നല്ല രീതിക്കുള്ളൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഹാരിയറിനെ പോലെ ഈ റോക്ക് ക്രൗളിംഗ് മോഡൊക്കെ ഈ ഒരു വാഹനത്തിലും തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഇതും ഒരു പ്യുവർ SUV തന്നെയാണ്. തീർച്ചയായിട്ടും സസ്പെൻഷൻ്റെ കാര്യത്തിലാണ് എടുത്തു പറയേണ്ടത്. സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിക്കൽ മേഖലയാണ്. മെക്കട്രോണിക്സിൻ്റെ വളരെയധികം ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ XUV 700 ആണ്. അതിനുശേഷം മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും സസ്പെൻഷൻ സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വന്നുകൊണ്ടിരുന്നത്. ടാറ്റയും അത് ഫോളോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.